ലൈഫിൽ അങ്ങനെ വേണമെന്ന് ആഗ്രഹിക്കുന്നു. രാവിലെ മുതലേ നിന്റെ കൂടെ ഇരിക്കണം എന്ന് തോന്നി. പിന്നെ എന്തിനാ നീ രാവിലെ അത്ര ഓവർ ആക്ടിങ് ചെയ്ത്? അത് നിനക്ക് ഓവർ ആക്ടിങ് പോലെ തോന്നിയതാ. പക്ഷെ എന്നെ പോലുള്ള പെൺകുട്ടികൾക്ക് അത് നോർമലാ. അത് നോർമലാണോ? ഡൗട്ടേ വേണ്ട. ഞങ്ങൾ പെൺകുട്ടികളുണ്ടല്ലോ, നമ്മുടെ ചെക്കന്മാര് നമ്മളെ എപ്പോഴും ഒരുപാട് കെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കും. എല്ലാരും അങ്ങനെ ആഗ്രഹിക്കോ? അതൊരു തരം ഇൻബിൽറ്റ് ക്വാളിറ്റിയാ. അതൊരു തരം ബേസിക് സോഫ്റ്റ്വെയർ പോലെയാ. വെറും അറ്റൻഷൻ അല്ല. നമ്മളെ ഒരുപാട് മിസ് ചെയ്യണം, നമ്മുടെ പുറകെ ചുറ്റണം, നമുക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തു തരണം എന്നൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാ അന്ന് കുറച്ച് ജാടയൊക്കെ കാണിച്ചത്. അങ്ങനെയാണെങ്കിൽ നിനക്ക് എപ്പോഴും എന്നെ മിസ് ചെയ്യുന്നതായിട്ട് തോന്നുന്നുണ്ടോ? ആ ചോദ്യത്തിലാണ് കാര്യം. നീ എത്ര നേരം എന്നോട് വഴക്കുണ്ടാക്കിയോ, ഞാൻ അത്രയും നേരം നിന്നെ കളിപ്പിച്ചോണ്ടിരിക്കും. നീ എപ്പോഴാണോ നിർത്തുന്നേ, ഞാൻ ക്ഷമയോടെ നിന്റെ അടുത്ത് വന്ന് നിൽക്കും. നീ സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടി ഓരോ ദിവസവും ലൈഫ് ടൈമില് നിനക്ക് ഫുൾ അറ്റൻഷൻ തരും. നീ വേണ്ടാന്ന് പറഞ്ഞാലും തരും. പൂജയുടെ ദിവസം രാവിലെ തന്നെ ഇവരൊക്കെ എവിടെ പോയി കിടക്കുക? എവിടെയാന്ന് അറിയില്ലല്ലോ. പ്രഗ്നന്റ് ലേഡി ആയിട്ടുള്ള ഞാനാ. എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടുപ്പിക്കുന്നേ? എവിടെയൊക്കെ തിരക്കിയാ മോനെ? നീ ഇവിടെ എന്ത് ചെയ്യായിരുന്നു? അത് ചേച്ചി, സ്വിമ്മിംഗ് പൂളിന്റെ അടുത്ത് മോർണിംഗ് ഫ്രഷ് എയർ, ഫ്രഷ് കാറ്റ്, റിഫ്രഷ്മെന്റ്, അവിടെ നിന്നൊരു കോഫി കുടിക്കാൻ പോയതാ. ഓ അങ്ങനെയാണോ? കൊറോണ കാരണം ഇപ്പൊ ഒരു സ്വിമ്മിംഗ് പൂളിലും വെള്ളം നിറയ്ക്കുന്നില്ല. അപ്പൊ വെള്ളമില്ലാത്ത സ്വിമ്മിംഗ് പൂളില് നീ ഏത് രീതിയിലാ റിഫ്രഷ്മെന്റ് നടത്തുന്നേ? പിന്നെ നിന്റെ കയ്യിൽ കോഫിയും കാണുന്നില്ല. അയ്യോ, ആദ്യം ഞാൻ മറന്നുപോയല്ലോ. അത് ഞാൻ അവിടെ തന്നെ വെച്ചിട്ട് വന്നു. ഞാൻ പിന്നെ എടുത്തോണ്ട് വന്നോളാം. അമ്മോ, നീ സത്യമായിട്ടും ഒറ്റയ്ക്കാണോ ഉണ്ടായിരുന്നേ? അയ്യോ, ഇതെന്താ ഇങ്ങനെ ചോദിക്കുന്ന ചേച്ചി? ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. നിനക്ക് ഇപ്പൊ വരാം ചേച്ചി. ഈ ഓപ്പറേഷൻ ഡയമണ്ട് റോക്കറ്റ് ആദ്യയുടെ അടുത്താണോ കളിക്കുന്നത്? ഇന്ന് രണ്ടുപേരും എന്റെ വലയിൽ കുടുങ്ങും. നോക്കിക്കോ, കാണിച്ചു തരാം. ചേച്ചി 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 ഇവിടെ എങ്ങും ഇല്ലല്ലോ. ഓ, നിങ്ങൾ കോഫി മഗിന്റെ കാര്യമാണോ ഈ ചോദിച്ചോണ്ടിരിക്കുന്നത്? അത് ഞാൻ കുടിച്ചിട്ട് കോഫി മഗ് സൈഡിൽ വെച്ചായിരുന്നു. അത് കാറ്റില് പറന്ന് എവിടെയെങ്കിലും പോയി കാണും. അത് ഞാൻ പിന്നെ പോയി കളക്ട് ചെയ്തോളാം. വീട് ചേച്ചി.
പക്ഷെ ഞാൻ കോഫി മഗിനെ കുറിച്ച് ചോദിച്ചില്ലല്ലോ. പിന്നെ കള്ളിയുടെ കൂടെ കള്ളനും കൊടുക്കുമെന്ന് വിചാരിച്ചപ്പോ കള്ളന്മാര് രണ്ടും നെക്സ്റ്റ് ലെവലില് പ്ലാനിങ് ആണല്ലോ. ചേച്ചി എന്താ ഈ ആലോചിച്ചോണ്ടിരിക്കുന്നേ? അതിഥി അഞ്ചു നീ രാത്രിയില് റൂമിൽ വന്നില്ല എന്ന് പറഞ്ഞു, അതുകൊണ്ടാ വന്നത്. ഓ ഛേ, അയ്യോ ചേച്ചി, നിങ്ങൾ അതിനൊക്കെ ടെൻഷൻ അടിച്ചോണ്ടിരിക്കുകയാണോ? അത് അവർ ഉറങ്ങിയതിനു ശേഷം ഞാൻ റൂമിൽ പോയത്. അവര് നല്ല ഉറക്കത്തിലായിരുന്നു. അവർ എഴുന്നേക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ വെളിയിലേക്ക് പോന്നു. അവരുടെ പോയിന്റ് ഓഫ് വ്യൂവില് ഈ അമ്മൂല്യ റൂമിലേക്ക് പോയതേ ഇല്ല. പാവം, അവർക്ക് ഇവിടെ എന്താ നടന്നെന്ന് ആക്ച്വലി അറിയില്ല. ആക്ച്വലി എന്താ നടന്നേ? അതല്ലേ ചേച്ചി ഞാൻ പറഞ്ഞത്. അവിടെ ഞാൻ ലേറ്റ് ആയി എൻട്രി കൊടുത്ത് നേരത്തെ അവിടെ നിന്ന് എക്സിറ്റ് ആയി പോന്നു. ഓക്കെ ഗോഡി, ശരി വാ. വേദാന്ത്, അവിടെ നിന്നേ, നീ പോയ കാര്യമൊക്കെ നടന്നോ? കഴിഞ്ഞു. ഇനി കുറച്ചു കാര്യങ്ങളും കൂടെ ബാക്കിയുണ്ട്. അതാ വന്നത്. അതെന്ത് കാര്യോ? നിനക്കും അഞ്ജുനും ഒരു സർപ്രൈസ് വെച്ചിട്ടുണ്ട്. എന്താ സർപ്രൈസോ? എന്താ സർപ്രൈസ്? നിന്റെ കാര്യം വല്ലാത്ത കോമഡിയാ. സർപ്രൈസ് എന്ന് പറഞ്ഞാൽ അത് ആദ്യം പറയാൻ പറ്റുന്ന കാര്യമാണോ? ഓ ആണല്ലേ, ഞാൻ ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ചോദിച്ചു പോയതാ. ശരി, നീ പോയിട്ട് വാ. ഞാനേ എത്രയും പെട്ടെന്ന് ഫാം ഹൗസ് അടിപൊളിയായിട്ട് റെഡിയാക്കി ഇട്ടേക്കാം. നല്ല കുട്ടി. ബൈ. നിക്ക്, ഒരു ഡൗട്ട് ഉണ്ട്. എന്താ അത്? എന്തിനാ ഈ ആഘോഷമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ആഘോഷിക്കാൻ പോന്നേ? ആരതി വന്നിട്ട് ആദ്യത്തെ ചതുർത്ഥിയല്ലേ, അപ്പൊ വീട്ടിലാരെങ്കിലും ആദ്യമായിട്ട് വന്നാ അപ്പൊ അവര് സന്തോഷത്തിന് ആഘോഷിക്കുന്നത്. ഇത് കറക്റ്റ് പോയിന്റാ. സൂപ്പർ. അമൂല്യ, എവിടെങ്കിലും പോവാനായിട്ട് നിക്കുവാണോ? ചേട്ടത്തി, അഞ്ജുനും അതിഥിക്കും ചെറിയൊരു സർപ്രൈസ് കൊടുക്കണമെന്നുണ്ട്. അവർക്ക് വേണ്ടി ഈ ഹോളിഡേ അടിപൊളിയാക്കണമെന്ന് എന്റെ ആഗ്രഹം. അത് ശരി, ഇവിടുന്ന് സിറ്റി വരെ നീ ഒറ്റയ്ക്ക് പോവാൻ പോവാണോ അമ്മോ? വേദാന്തും കൂടി വരുന്നുണ്ടെന്നറിഞ്ഞാ ചേട്ടത്തിക്ക് എന്തായാലും ഡൗട്ടാവും. അമൂല്യ, അമൂല്യ, നിന്നോടാ ചോദിച്ചത്. നീ ഒറ്റയ്ക്കാണോ പോകുന്നേ? അതേ ഏട്ടത്തി, റൗഡി ബേബി ഒറ്റയ്ക്ക് പുറത്തു പോയാ എന്ത് പ്രശ്നം ഉണ്ടാവാനാ? ഈ ബിൽഡപ്പിനൊന്നും കുറവില്ല. റൗഡി ബേബിയാണത്രേ, അങ്ങനെ റിസ്ക് എടുക്കാനൊന്നും പറ്റില്ല. അയ്യോ, അങ്ങനെ പ്രശ്നമൊന്നുമില്ല ഏട്ടത്തി. ഇവിടെ എപ്പോഴും ബസ്സൊക്കെ കിട്ടുന്ന സ്ഥലമല്ലേ. എനിക്കിതൊക്കെ നല്ല ശീലമാണല്ലോ. അതിന്റെ ഒന്നും ഒരാവശ്യമില്ല. ഇവിടെ പാർക്കിങ്ങിൽ ഉപയോഗിക്കാത്ത വണ്ടി ഇരിപ്പുണ്ട്. നീ എന്തായാലും വണ്ടി ഓടിക്കുമല്ലോ, അതെടുത്ത് പോയാൽ മതി. അത് പിന്നെ വാ 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 വാ. ചേട്ടത്തി, ഈ വണ്ടിയാണോ? ആ, ഇത് തന്നെ. ഇതിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്, കുഴപ്പമൊന്നുമില്ല. ഇത് തന്നെ മതി. ഞാൻ എന്റെ ചെറുക്കനുമായിട്ട് റൊമാൻസ് ചെയ്യാന്ന് വിചാരിച്ചപ്പോ ഈ ഏടത്തി സ്വർഗത്തിലെ കട്ടുറുമ്പാവുകയാണല്ലോ. എന്ത് പറയാനാ, ചേട്ടത്തിയുടെ കെയറിങ് കുറച്ച് കൂടുന്നുണ്ട്. അമ്മു, ആ ഏടത്തി സ്റ്റാർട്ട് ചെയ്യ്. ആ ഏടത്തി. ഏട്ടത്തി, സ്റ്റാർട്ട് ആവുന്നില്ല. നോക്ക്, സ്റ്റാർട്ട് ആവുന്നേ ഇല്ല. ആണോ? ഇത് പഴയ സ്കൂട്ടർ അല്ലേ? ടിക്കർ അടിച്ച് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. ടിക്കർ അടിച്ചാലോ? അവിടെ അവിടെ. ഞാൻ പറഞ്ഞില്ലേ സ്റ്റാർട്ട് ആവോന്ന്. എന്നാ ശരി, പോയിട്ട് വാ. ആരെ വെയിറ്റ് ചെയ്യുന്നേ? ഏട്ടത്തി, ഷുവർ ഷുവർ.
ബേബി ആയതുകൊണ്ടാ ധൈര്യമായിട്ട് നിന്നെ പറഞ്ഞു വിട്ടത്. ഒറ്റയ്ക്ക് തന്നെ പോയിട്ട് വാ. ഇത് കാരണം വെച്ച് വേണം എന്റെ ചേട്ടന്റെ ആ വലിയ ലവ് സ്റ്റോറി അവന്റെ വായിൽ നിന്ന് കേൾക്കാൻ. കാണിച്ചു തരാം. സർപ്രൈസ് തരാന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തിയിട്ട് ഈ അമൂല്യ എങ്ങോട്ടായി പോയത്? എത്ര നേരമായി ഞാൻ വെയിറ്റ് ചെയ്യുന്നു. അത് ശരി, നമ്മളിപ്പോ എങ്ങോട്ടേക്കാ പോകുന്നത്? താങ്കൾ ആർക്കോ വേണ്ടി ഡീപ്പായിട്ട് കാത്തിരിക്കുകയാണെന്നാണല്ലോ തോന്നുന്നത്. ഇതിൽ ചോദിക്കാൻ എന്താ ഉള്ളത് ആദ്യ? അദ്ദേഹത്തിന്റെ സൈലൻസ് കണ്ടാൽ തന്നെ മനസ്സിലാവില്ലേ? കണ്ടിട്ടെന്തോ പേഴ്സണൽ കാര്യമാണെന്ന് തോന്നുന്നു. എന്താ എന്നേക്കാൾ പേഴ്സണൽ ആണെന്നോ? അങ്ങനെയൊന്നുമില്ല മോളെ, അത്രയ്ക്ക് പേഴ്സണൽ ഒന്നുമല്ല. ഈ സിദ്ധാർത്ഥ ചുമ്മാ ഓരോന്ന് പറയുന്നത്. വിക്രാന്ത് ഇല്ലേ, പുറത്തേക്ക് പോണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവനിപ്പോ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു. അതാ ഞാനിവിടെ. എന്താ? വിക്കിയോ? അതെ, അതിലെന്തിനാ മോളെ ഇത്രയും ബിൽഡപ്പ്? അല്ല, ഞാൻ കുറച്ചു മുമ്പേ റൂമിൽ പോയി കണ്ടായിരുന്നല്ലോ. അവൻ എങ്ങോട്ടും പോകുന്നില്ല. അതുകൊണ്ട് നമ്മൾക്ക് എല്ലാവർക്കും വേണ്ടി ഒരു പിക്നിക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നീയും വരണം. എന്റെ ഗുരുവായൂരപ്പ, ആ അമ്മൂന്റെ കൂടെ പുറത്തു പോവാന്ന് ഞാൻ പറഞ്ഞതാണല്ലോ. ഇതിപ്പോ ആകെ കുളമായി. ചേട്ടാ ചേട്ടാ, ഉം. എന്താ? ഉം. വാ ആ, വാ വാ വാ. മോളെ വാ വാ. എന്റെ തലവര തീരെ ശരിയല്ല. എവിടെ ചെന്നാലും ഇതുപോലുള്ള പാട്ട വണ്ടികൾ എന്റെ തലയിൽ വന്ന് വീഴും. എന്റെ റാണിക്ക് തന്നെ 100 വയസ്സായിട്ടുണ്ടാവും. സെഞ്ചുറി അടിക്കാറായി. പക്ഷെ ഇതിന് ഡബിൾ സെഞ്ചുറി അടിക്കാറായോന്നാ എന്റെ സംശയം. എന്റെ റാണിയോട് എന്ത് പറഞ്ഞാലും അപ്പൊ തന്നെ അത് കേട്ട് റിസൾട്ട് തരും. പക്ഷെ ഇതിന് സ്പീക്കർ ഉണ്ടാവാൻ വഴിയില്ല. ഞാൻ പറയുന്നത് കേൾക്കാനും പോകുന്നില്ല. ഏയ് ഏയ്, ഞാൻ പറയുന്നൊക്കെ കേട്ടോ. പ്ലീസ് സ്ട്രൈക്ക് ഒന്നും ചെയ്യില്ല. പ്ലീസ് പ്ലീസ് പ്ലീസ്. എന്തൊരു കഷ്ടമാ. ഇത്രയും പ്രായമായിട്ടും ചെവി മാത്രം നന്നായി കേൾക്കുന്നുണ്ടല്ലേ. എന്തൊരു അവസ്ഥയാ. എന്റെ കയ്യിൽ വരുന്ന വണ്ടികൾ മാത്രം റോഡിൽ വരുമ്പോ നിന്ന് പോവാ. ദൈവമേ, ഈ വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കി തരണേ പ്ലീസ്. ഒന്ന് സ്റ്റാർട്ടാക്കി താ. നിനക്കും എന്റെ റാണിയെ പോലെ മനുഷ്യര് പറയുന്ന കാര്യങ്ങളും മനസ്സിലായിരുന്നെങ്കിൽ എത്ര നന്നായി എന്നെ. ഇവിടെ ഇനി വർക്ക്ഷോപ്പൊക്കെ ഉണ്ടോന്ന് ഞാൻ ആരോട് പോയി ചോദിക്കാനാ? ഓ, ഇതൊക്കെ നിന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇതിനൊക്കെ കാരണം ആ കള്ളച്ചെറുക്കനാ. ഇന്ന് സംഭവിച്ചതിനെല്ലാം കാരണം അവൻ ഒരാളാ. ഗേൾ ഫ്രണ്ട് ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ ഫോൺ എടുത്ത് എന്താ എവിടെയാണെന്നൊക്കെ അപ്പൊ തന്നെ ചോദിക്കണ്ടേ? അതാ നല്ല കാമുകന്മാരുടെ ലക്ഷണം. ഇവനോട് എന്ത് പറയാനാ?